ബ്ലൗസിൻ്റെ അടിക്കാൻ കൊടുത്തു. അത് കിട്ടിയില്ല. ചുരിദാറിൻ്റെ തുണിയൊക്കെ ഇവിടെ ഉണ്ട്. ആ ഒന്നും നിങ്ങൾ ഇങ്ങോട്ട് അയക്കണ്ട. നല്ലൊരു വാച്ച് കൊടുത്തു നിങ്ങൾ. അമ്മ ഇതാണ് വണ്ടി. എങ്ങനെയുണ്ട് അമ്മ? എങ്ങനെയുണ്ട്? സാറല്ലേ ഇതാ ഇതുമ്മ ഇത് ഓൾട്രേഷൻ ചെയ്തമ്മ. ബുള്ളറ്റില്ലേ മാമൻ്റെ ബുള്ളറ്റില്ലേ, അത് ഓൾട്രേഷൻ ചെയ്താണിത്. മനസ്സിലായോ? ബോംബെ എനിക്കൊരു ചങ്ങായില്ലേ, ആന്ന് മൂപ്പര് വഴി നമ്മള് കൊറേ പരിപാടികളുണ്ട്. ഉമ്മ കയറും അന്ന് പള്ളി വരെ പോയിട്ട് വരാം. അമ്മ ഒന്ന് പള്ളി വരെ കറങ്ങിട്ട് വരാം. വാ ആന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിനെടുത്ത് കൊണ്ടുപോകാൻ പറ്റും. കേറുമ്മ വാ. കേറ്. കുഞ്ഞോളെ ഈ ഒറ്റ ഒരുത്തി അവനെ ഇങ്ങനെ വസലാക്കണത്. എഞ്ചിനീയർ ആവാൻ പോയവനിപ്പോ വീട്ടിലിരുന്ന് എഞ്ചിൻ പണി എടുക്കാണ്. എനിക്ക് പണിക്കൊന്നും പോകില്ല. എന്നാ പിന്നെ ആ പള്ളിക്കെങ്കിലും വന്നൂടെ? നീങ്ങിന്നോളീന്ന് കേട്ട്. ഡോക്ടർ അവിടെ ബില്ല് ഇതിനാ ഒറ്റയ്ക്ക് പോയത്. ഏട്ടനറിഞ്ഞാൽ ഇപ്പൊ അടുത്ത പ്രശ്നമാവും. ഞാൻ ബില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പൊ താനാണല്ലേ? താനൊക്കെ എവിടെ നോക്കിട്ട് വണ്ടി ഓടിക്കുന്നേ? ഒന്നും പറയണ്ട. പിന്നെ അശ്രദ്ധ കൊണ്ടാ. അവനാണ് എന്നെ ഇവിടെ എത്തിച്ചത്, ഇതൊക്കെ ചെയ്തു തന്നത്. തള്ളേ നിങ്ങൾക്കൊന്ന് നോക്കിയും കണ്ട് നടന്നൂടെ? അതിനെവിടെ നടക്കല്ലേ കഷ്ടം ഇരിക്കണില്ലേ മനുഷ്യനും പേരെന്താണ്? ഇർഫാൻ. വീടോ? വലിയ വെള്ളിൻ്റെ അടുത്ത്. പിന്നെ കാര്യം സംസാരിക്കാം. കാശ് ചെലവുള്ള കാര്യമാണ്. തൽക്കാലം 10,000 കൊടുക്ക്, ബാക്കി നമുക്ക് ഡീൽ ചെയ്യാം. ഞാൻ നേരിട്ട് സംസാരിച്ചോളാം. എന്തായി? ചക്ക മോടയാണ് മോനെ. മോള് സംസാരിച്ച് താല്പര്യമില്ല, നേരിട്ട് ഡീൽ പറഞ്ഞത്. അത് ശരി. ഇത്രയൊക്കെ പണിയൊപ്പിച്ചിട്ട് പിന്നെയും നെഞ്ഞത്ത് കയറാൻ വരെടാ പന്നി. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഒരാട്ടി മുന്നോട്ട് വെച്ചാണല്ലോ കൊന്നുകളി വിട്ടാ നോയെ. മനസ്സിലായോ എനിക്ക്? എന്താ ചേച്ചി കേട്ടാ? ശ്രീകാന്തേ നോക്കി വെച്ചോനെ. വിഷയാക്കണ്ട, നോക്കെടുക്ക. എത്രയും പെട്ടെന്ന് ടീം മാനേജർമാർ ഗ്രൗണ്ട് ഫീ അടയ്ക്കേണ്ടതാണ്. ടീമുകളുടെ ശ്രദ്ധയ്ക്ക് എന്താ അതന്നെ അടിച്ചോളൂ.
നാളെ കാണാം. ടൂർണമെന്റിലെ അടുത്ത മത്സരം വിക്ടോറിയ അരീക്കലും അഭിഷേകം ചേച്ചിയുമായിട്ടുള്ള പെണ്ണ് എന്തിനു മാറ്റണം? അവളുടെ പിണക്കം മാറ്റേണ്ട കാര്യം എന്താ? ഈ വീടിന്റെ ഏറ്റവും വലിയ ആത്മാഭിമാനമായിരുന്നു. നിങ്ങളൊന്നും മുണ്ടാണ്ട് കുത്തിരിക്കുമ്പോ ആ വിവാഹം മുടക്കിയ വർഷയെ നാളെ പോയി കണ്ടാ മതി. മിണ്ടരുത്. നീ ഇപ്പൊ പുറത്തേക്ക് എങ്ങനെ പോവാന്നുള്ള വാതിൽ അന്വേഷിച്ച് നടക്കാണ്. 130. കുഴപ്പമൊന്നുമില്ല കേട്ടോ. പ്രഷറൊക്കെ നോർമലാണ്. വളരെ ഉഷാറാണ്, ആരോഗ്യവതിയാണ്. നാളെ പോവാട്ടോ വീട്ടിലേക്ക്. മുറിവൊന്നും വേദനയില്ലല്ലോ? ആ ഓക്കെ. സിസ്റ്റർ അത് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. ശരി. അനക്ക് ബുദ്ധിമുട്ടായില്ലേ? കാപ്പി കാപ്പി കുടിക്കോ? കാപ്പി എപ്പോഴാ വന്ന? കുറച്ചു നേരം വന്നിട്ട് ഇപ്പം അമ്മ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ചന്ദ്രേട്ടൻ കുറച്ച് കുഴപ്പക്കാരനാ. എപ്പോഴാ എന്താ പറയാന്നൊന്നും അറിയില്ല. നിങ്ങളത് ഞാനപ്പം തന്നെ മറന്നു. മോനൊന്നും മനസ്സിൽ വെക്കണ്ടാട്ടാ. മാമനെ കാണാനില്ലല്ലോ അമ്മേ. എന്തെങ്കിലും തിരക്കുണ്ടാവും, ഇപ്പൊ വരും. കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലാസ്കിൽ കുറച്ച് കാപ്പിയുണ്ട്. കഴിക്കാനുള്ള മരുന്ന് ഇതാ അവിടെ ഉണ്ട്. നേരെ ഒരുപാടായി. മാമൻ എവിടെ എങ്ങനെയുണ്ട്? എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ വാണിയംകുളം കച്ചവടത്തിന് പോയതാ. അത് കഴിഞ്ഞ് പെരുമ്പലാവിൽ വന്ന് രമണിയെ വീട്ടിൽ കൊണ്ടാക്കിയില്ല ഇപ്പൊ വരണേ. മാമ ഞാൻ ഇറങ്ങാം. മോൾ പോയിക്കോ. അമ്മേ ശരി. ഞാൻ ഇറങ്ങട്ടെ, ലേറ്റ് ആയില്ലേ? ശരിയാണ്, ഞാൻ വരാം. ബസ്സുപോലെ ഞാൻ വേണേ അങ്ങോട്ടാക്കി തരാം. വേണ്ട സാറില്ല, ഞാൻ അങ്ങോട്ടാ. വാ. ഈ കവറ് അത് പിടിക്കണം. ഇത് നമ്മളെ കിളിയെത്തിയ നമ്മളെ ചന്ദ്രട്ട മങ്ങളെ എന്താ അവിടെ? ഈ സ്ഥലം ഏതാ നിനക്കറിയോ? അനക്കെന്താടാ വിളിച്ചടപാട്? നിന്നോട് ചോദിച്ചത് ഏതാണ് കവർ പോട്ടെ. അന്നെ വിളിച്ചു കേട്ടോടാ. ഈ അല്ലാണ്ട് കൊടുക്കല്ലേ?